ചെറിയ കുട്ടികളെ വലിയവരുടെ സദസ്സിൽ, നല്ല സദസ്സുകളിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കണമെന്നുള്ളത്. നമുക്കൊക്കെ മക്കളുണ്ടാകും, പേരക്കുട്ടികളുണ്ടാവും, മരുമക്കളുണ്ടാകും, ചെറിയ പ്രായക്കാരുണ്ടാകും. നമ്മളൊക്കെ ഇസ്ലാമിക സദസ്സിൻ്റെയും ഖുത്ബയുടെയും മറ്റും നന്മകളും അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ സ്ഥാനമൊക്കെ മനസ്സിലാക്കിയവരാണ്. പക്ഷേ പുതുതലമുറയെ നമ്മൾ ഈ പള്ളിയിലേക്കും പ്രസ്ഥാനത്തിലേക്കും അതുപോലെ തന്നെ ഖുത്ബയിലേക്കും നന്മയുടെ സദസ്സിലേക്കും ഒക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ അവരുടെ ചിന്തയും സംസ്കാരവും ഒക്കെ കെട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ പോലെ, അബൂബക്കറിനെ പോലെ റളിയല്ലാഹു അൻഹു, ഇത്രയും വലിയ സ്വഹാബികളൊക്കെ അവരെ ചെറിയ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ കൊണ്ടുവരികയും ആ സദസ്സിൽ പങ്കെടുപ്പിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ സൗകര്യങ്ങളാണ് നോക്കുന്നത്. നമ്മളുടെ സൗകര്യങ്ങൾ, നമ്മളുടെ സ്വസ്ഥത, സമാധാനം, ഇതൊക്കെ നോക്കിയിട്ട് മക്കളെ ചിലപ്പോൾ കൊണ്ടുവരില്ല. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരു ഖുത്ബയിൽ അരമണിക്കൂർ ഖുത്ബയിൽ ഒരു വരിയെ കേട്ടിട്ടുണ്ടാവുള്ളൂ, ഒരു വരിയെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ, ഒരു ആയത്തിൻ്റെ ഒരു അംശയെ അവർ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അത് മതി, അത് അവരുടെ ജീവിതത്തിൽ കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഉണ്ടാകും. നബിയുടെ കഥകൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഒരു കഥ ചിലപ്പോൾ ആ കുട്ടി കേട്ടിട്ടുണ്ടാവും. അതായിരിക്കും അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വെളിച്ചം നൽകുന്ന ഒരു കാര്യം. അതുകൊണ്ട് കുട്ടികൾ വന്ന കലബലയാണ്, എല്ലായിടത്തും ഓരോ വേസ്റ്റുകൾ ഇടും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും, പിന്നെ ബഹളങ്ങൾ ഉണ്ടാക്കും, നമുക്ക് മര്യാദക്ക് ഖുത്ബ കേൾക്കാൻ കഴിയില്ല, നിസ്കരിക്കുന്ന സമയത്ത് കരച്ചിലായിരിക്കും. ഇതൊന്നും ഒരു വിഷയമല്ല, ഇതൊന്നും നമ്മൾ പരിഗണിക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നിങ്ങൾ നോക്ക്. ഇന്നീല അദ്ഖുലു ഫി സ്വലാത്തി വ അന ഉരീദു ഇത്വാലതഹ, ഞാൻ നിസ്കാരം ദീർഘിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ചില നിസ്കാരത്തിൽ പ്രവേശിക്കും. അപ്പോൾ പ്രവാചകന് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അള്ളാഹ്ക്ക് വേണ്ടി ദീർഘമായി നിന്ന് നിസ്കരിക്കുക എന്നുള്ളത്. അത്രയും പുണ്യകരമായ ഒരു പുണ്യപ്രവർത്തനം വേറെ ഉണ്ടോ? അത് വിചാരിച്ചിട്ട് പ്രവാചകൻ നിസ്കാരത്തിൽ പ്രവേശിക്കും. ഫഅസ്മഉ ബുകാ സ്വബി, അപ്പോൾ കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കും. അപ്പോൾ പ്രവാചകൻ എന്താ ചെയ്യുക? ഈ പുണ്യകരമായ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം തടസ്സം നിൽക്കുന്ന കുട്ടികളെ നിങ്ങൾ ഇനി കൊണ്ടുവരണ്ട എന്ന് ഒരിക്കൽ പോലും പ്രവാചകൻ പറഞ്ഞില്ല. കുട്ടികൾ കരയുമ്പോൾ നിസ്കരിക്കുന്ന ഉമ്മമാർക്കുണ്ടാകുന്ന പ്രയാസം ഞാൻ ചിന്തിക്കും. അപ്പം ഞാൻ നിസ്കാരം കുറക്കും. ഖുത്ബ പറയുന്നതിനിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ പരിഗണിച്ചിട്ടില്ലേ? പ്രവാചകൻ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു രണ്ടുപേരും വരികയാണ്. പ്രവാചകൻ്റെ പള്ളിയുടെ ഇടതുവശത്താണ് പ്രവാചകൻ്റെ റൂമുള്ളത്. ആ റൂമിൽ നിന്ന് രണ്ട് കൂട്ടരും വരികയാണ്. ഫാത്തിമ ബീവിയുടെ വീട് വലതുവശത്തും ഇടതുവശത്ത് ഭാര്യമാരുടെ വീടുമാണ്. അപ്പോൾ ഏതോ ഒരു മുറിയിൽ നിന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹുനുമ രണ്ടുപേരും ചെറിയ കുട്ടികളാണ്. അവർ രണ്ടുപേരും പ്രവാചകൻ്റെ കുപ്പായം ഇട്ടിട്ട്, വലിയ കുപ്പായം ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ തടഞ്ഞു വീഴുകയാണ്. പള്ളിയിൽ ഇങ്ങനെ തടഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ്റെ അടുത്തേക്ക് വരുമ്പോൾ. അപ്പോൾ ഈ തടഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന പേരക്കുട്ടികളെ കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മിമ്പറിൽ നിന്ന് ഇറങ്ങി ഖുത്ബ പറയുന്നതിനിടയിൽ പോയിട്ട് ആ രണ്ട് കുട്ടികളെ എടുത്തു കൊണ്ടുവന്നു. ഫഅഖദഹുമാ ഫസഇദ ബിഹാ അൽ മിമ്പർ, എന്നിട്ട് മിമ്പറിൽ നിന്നിട്ട് അടുത്ത ഖുത്ബ പൂർത്തീകരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു, സ്വദഖല്ലാഹ്, അല്ലാഹ് പറഞ്ഞ എത്ര സത്യമാണ്. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തൊക്കെ പരീക്ഷണമാണെന്ന് പറഞ്ഞ എത്ര സത്യമാണ്. റഅയ്തു ഹാദൈനി ഫലം അസ്ബർ, ഇവരെ രണ്ടുപേരും കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, ഇവരെ രണ്ടുപേരും എടുക്കണമെന്ന മോഹം എനിക്കുണ്ടായി, അതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്ന് എടുത്തു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ തറാവീഹിന് ഒരു റക്അത്ത് വിത്തറിലായിരിക്കും അവർ കൂടുക, ചെറിയ കുട്ടികളാണെങ്കിൽ. പക്ഷേ അതിനിടയിൽ അവർ ഓടിക്കളിക്കുന്നുണ്ടാവും, ബഹളം ഉണ്ടായിരിക്കും, നമുക്ക് തടസ്സം ഉണ്ടായിരിക്കും, ഒന്നും ഒരു പ്രശ്നമല്ല. ആ തലമുറ ഈ പള്ളിയിൽ നിന്നും പോയിക്കഴിഞ്ഞാൽ അടുത്ത തലമുറയിൽ ഒരു 10 വർഷത്തിന് അപ്പുറം ഉള്ള പള്ളി നമ്മൾ ചിന്തിച്ചു നോക്കുക. ആ തലമുറയുടെ ബഹളമില്ലാത്ത പള്ളി നാളെ നിശബ്ദമായ, അള്ളാഹുവിനെ ദിക്ർ ചെല്ലുന്ന, അല്ലാഹു അക്ബർ പറയുന്ന, നിസ്കരിക്കാത്ത പള്ളികളായി മാറും. ആളുകളുണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് ഏറ്റവും നല്ല മധുരകരമായ അനുഭവങ്ങളാണ് പള്ളിയിൽ നിന്ന് കിട്ടേണ്ടത്. ആ കുട്ടികൾ വന്നാൽ അവരുമായിട്ട് കളിക്കാം, അല്ലെങ്കിൽ ആ മുതിർന്ന അയാൾ എന്നും എനിക്ക് മിഠായി തരും, അല്ലെങ്കിൽ നല്ല സംസാരമാണ് അയാളുടേത്, അവിടെ അയാളെ കാണാൻ പോകാം, ഈ പ്രവർത്തകനെ കാണാൻ പോകാം. ഇങ്ങനെയൊക്കെ ഇഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും.